Cash or cash. രണ്ട് കാര്യങ്ങൾ cash cash outflow of expenses. രാജ്യത്തെ പ്രധാനമായും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കും. അതാണ് മൂന്ന് ആക്ടിവിറ്റി ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഞാനിപ്പോ ഷെയർ ചെയ്യുന്ന ഷീറ്റ് അത്യാവശ്യം കവറപ്പ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഡേ ടു ഡേ ബിസിനസ് നമുക്ക് ക്യാഷ് ബിസിനസ്സിന് വരുന്ന ക്യാഷുകളെ പറ്റിയാണ് സംസാരിക്കും. നമ്മൾ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1,00,000. പക്ഷെ ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം ഡിപ്രിസിയേഷൻ എടുക്കണം, പക്ഷെ അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. പക്ഷെ അർത്ഥം എന്താണ്? നമ്മൾ ശരിക്കും കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ആ ക്യാഷ് ശരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണിച്ചു അതിനകത്തേക്ക് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യും. അപ്പൊ അത്രയും നമ്മുടെ ക്യാഷ് ആയിട്ട് ഇത്ര ലാഭം കിട്ടിയോ ആ ഡിപ്രിസിയേഷൻസ് മറ്റേ അഡ്ജസ്റ്റ്മെന്റ്സ് ചേർത്തതിന് ശേഷം ഇത്ര ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ. ഇനി ഓപ്പറേറ്റിംഗ് ആക്ടിൽ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് ഡെറ്റേഴ്സിന്റെ ചേഞ്ച്, ക്രെഡിറ്റേഴ്സിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ കുറെ ഡെറ്റേഴ്സും ഒക്കെ ഉണ്ട്. അത് ഈ വർഷവും എന്തോ സംഭവിച്ചു, കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഹിന്റ് ഇട്ടിട്ടുണ്ട്. ഈ ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ള കാശ് അത് കൂടുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് ഫോർ ഡിക്രീസ്. അതായത് നമുക്ക് കിട്ടാനുള്ള കാശ് ഇൻക്രീസ് എന്ന് പറയുന്നത് അത് ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കാണുകയും, ഇനി തിരിച്ച് ഡെറ്റേഴ്സ് കൂടുകയാണെങ്കിൽ അതാണ് ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എടുക്കണം. അതിന്റെ കാര്യം എന്താണ്? അതായത് നമുക്ക് തരാനുള്ളതാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് കൂടുകയാണെന്ന് വെക്കും. അതിന്റെ അർത്ഥം എന്താ? നമ്മളിലേക്ക് ക്യാഷ് വരുന്നില്ല. അതുകൊണ്ട് എന്തായിട്ട് കണക്കാക്കണം? നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ക്യാഷ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം, ഔട്ട്ഫ്ലോ ആണ്. ഇനി ക്രെഡിറ്റേഴ്സിന്റെ കാര്യം എന്താ? നമ്മൾ കൊടുക്കാനുള്ളത്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കൂടുകയാണ്. അതായത് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മൾ ഇനി അവർ കൊടുക്കാൻ ഉള്ളത് കൂടിക്കൊണ്ടിരിക്കുന്നു. ക്രെഡിറ്റേഴ്സ് കൂടുക എന്ന് പറയുന്ന അർത്ഥം എന്താ? നമ്മൾ ക്യാഷ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആ കാശ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിൽ ആ ക്യാഷ് ഇരിപ്പുണ്ട്. നമ്മൾ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ആ എന്ത് സംഭവിക്കുന്നത്? ക്യാഷ് ക്രെഡിറ്റേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആക്കി കണക്കാക്കും. ഇനി നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാൻ നോക്കി. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു തീർത്തു, കൊടുത്തോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ എന്ത് പറ്റുന്നത്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം. അപ്പൊ ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് ക്യാഷ് ഇൻഫ്ലോ, നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും എന്താ പറയാ ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും. അപ്പൊ ഇത് അറിഞ്ഞിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. ഇത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലായോ? ചേഞ്ച് ഇൻ സൺഡ്രി ഡെറ്റേഴ്സ്, അതെന്താകാം? ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ക്യാഷ് ഫ്ലോ എടുക്കണം? പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കണം. നമ്മളിത് എന്ത് സംഭവിക്കുന്നില്ല? ക്യാഷുകൾ പോകുന്നില്ല, അതുകൊണ്ട് പോസിറ്റീവ്. ആ തരത്തിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കാൽക്കുലേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോങ് ടേം അസറ്റ്സുമായി ബന്ധപ്പെട്ടാവും. ഇതിൽ പർച്ചേസ് ആകാം, സെയിൽസ് ആകാം. നമ്മൾ കമ്പനിയോട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മേ ബി ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ട് കുറെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുന്നതല്ല എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽസിനെ നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന കേസുകളും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഒക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് കൺസിഡർ ചെയ്യുന്നത്.
ഇനി മൂന്നാമത്തെ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ, ആൾക്കാർക്ക് ഷെയർ കൊടുക്കാം നമ്മുടെ കമ്പനിയാണ്. അങ്ങനെ നമുക്ക് ഷെയർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മളിലേക്ക് കുറെ കാശ് വരും. എന്റെ കമ്പനിയുടെ ഷെയർ ഞാൻ 10 ദിവസം വിറ്റാൽ അവരെന്റെ കമ്പനിയിലേക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ലോങ് ടേം ബോറോയിങ്സ്, ഞാൻ ആൾക്കാർക്ക് കടം വാങ്ങിച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, എന്റെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ്. അത് എന്ത് ചെയ്യുന്നുള്ളതല്ല, ക്യാഷ് വരികയാണോ പോവുകയാണോ എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എടുക്കുന്നത്. റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ബോറോയിങ്സ്, ഞാൻ പണ്ട് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തു. ഫൈനാൻസിങ്, ദാറ്റ് ഇസ് കൺസേൺ അബൌട്ട് ദ ഹൗ വി ആർ റേസിംഗ് ദ മണി. അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ കയ്യിൽ ക്യാഷ് പോയി. ബിസിനസിന്റെ പെർസ്പെക്ടീവില് അയാളത് ക്യാഷ് പുറത്തോട്ടാ പോയത്. അതുകൊണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ നെഗറ്റീവ് കൺസിഡർ ചെയ്തു. ഇൻട്രസ്റ്റ്, നമ്മള് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതെന്താണ്, നമ്മുടെ ക്യാഷ് പോകുന്ന പരിപാടിയാണ്. സോ നെഗറ്റീവ്. ഡിവിഡൻഡ് പെയ്ഡ്, ക്യാപിറ്റൽ ആൾക്കാർ ഷെയർ വാങ്ങിച്ചാൽ ഡിവിഡൻഡ് കൊടുക്കും, ലാഭം കൊടുക്കും, അതും നെഗറ്റീവ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. ഇപ്പൊ ചെയ്യുന്ന പ്രോസസ് എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിനകത്തേക്ക് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് വരുന്നതിന് ശേഷം കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അത് എ എന്ന് പറഞ്ഞ് എഴുതി മാറ്റി. അടുത്ത ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രഷ് ആയിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അതെന്തൊക്കെയാ, ഫിക്സഡ് അസറ്റ്സ്, സെയിൽ ഓഫ് എക്വിപ്മെന്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റിസീവ് ചെയ്തതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി. അതിനുശേഷം അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതാണ് ബി എന്ന് പറയുന്നത്. അതായത് ഈ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സും പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് എക്വിപ്മെന്റ്, ഇൻട്രസ്റ്റ് റിസീവും ഡിവിഡന്റ് റിസീവും ഒക്കെ സം ചെയ്ത് കിട്ടുമ്പോൾ എത്ര കിട്ടുമോ അതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് മാത്രം സം ചെയ്ത് കഴിയുമ്പോൾ സിയും കിട്ടും. അപ്പൊ ഇത് മൂന്നും കൂടെ സം ചെയ്യുന്നതാണ് നമുക്ക് ഈ വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ്, എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ ആ ഒരു ടോട്ടൽ വാല്യൂ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറയും ബിഗിനിങ് ഓഫ് ദ പീരീഡ്, ഫൈനാൻഷ്യൽ പീരീഡ് എത്ര ഉണ്ടായിരുന്നു ക്യാഷ് ആയിട്ട്, അത് നമുക്ക് തരും. ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ ഈ പീരീഡിൽ എൻഡിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ എൻഡ് വന്നപ്പോൾ എത്ര രൂപ ക്യാഷ് ആയിട്ട് കയ്യിലുണ്ട്, ക്യാഷ് ഇക്വലന്റ് ആയിട്ട് കയ്യിലുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിനകത്ത് 3 ആക്ടിവിറ്റീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ, ആദ്യം അത് O എന്ന് മാർക്ക് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ I എന്ന് മാർക്ക് ചെയ്യുക. ഫൈനാൻസിങ് F എന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ടേബിളിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആൻസർ സോൾവ് ചെയ്യും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം എടുത്ത് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ഒരു ഇയർ തന്നിട്ടുണ്ട് 31st March. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് കണ്ടുപിടിക്കും. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ഫോർമാറ്റിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. നമുക്കിവിടെ ഏകദേശം എ മുതൽ I കമ്പോണൻസ് തന്നിട്ടുണ്ട്. അതായത് 9ഓളം ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യന് വേണ്ട ഒരു ടേബിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ എന്താ ടൈറ്റിൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലിമിറ്റഡ്, കമ്പനിയുടെ പേര് ആസ് ഓൺ 31st March 2024. സോ അതിന്റെ ടൈറ്റിൽ വരുന്ന പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിന്റെ കഥയാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ പിക്ക് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് എത്ര, 6,80,000. അപ്പൊ ഞാൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എമൗണ്ട് 6,80,000. ഞാൻ അതിനെ എമൗണ്ട് മാർക്ക് ചെയ്യും. സോ ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ, ആദ്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിപ്രിസിയേഷൻ നമ്മൾ ആഡ് ചെയ്യണം. കാരണം എന്താ, നമ്മുടെ പ്രോഫിറ്റിനകത്ത് ഡിപ്രിസിയേഷനോടെ കുറച്ചാ വെച്ചിരിക്കും, പക്ഷെ അത് ശരിക്കും ക്യാഷ് ഫ്ലോ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നു. അതിന്റെ എമൗണ്ട് എത്ര, 1,40,000. സോ അത് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് രണ്ടുകൂടെ കൂട്ടി കിട്ടുന്നത്, അതായത് 680യും 140യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഈസ് ഈക്വൽ ടു 6,80,000 പ്ലസ് 1,40,000 ഈസ് ഈക്വൽ ടു 8,00,000. ഇനി ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇൻക്രീസ് ഇൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഇൻക്രീസ് ഇൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സ് കൂടി, ഞാൻ കാശ് കൊടുക്കാനുള്ള ആള് എന്ത് ചെയ്തു, കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കുന്നില്ലെന്ന് അർത്ഥം. അപ്പൊ ക്യാഷ് എന്താണ്, എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, അത് ഇൻക്രീസ് ആയതുകൊണ്ട് 55,000 ഞാൻ ആഡ് ചെയ്തു, പ്ലസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ്. ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അതായത്
എനിക്ക് കിട്ടാനുള്ള കാശ് കുറഞ്ഞു. ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് വരുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലോ ആണ്. സോ എന്ത് ചെയ്തു, അതിനെ നമ്മൾ പ്ലസ് ചെയ്തു. ഓക്കെ, 70,000. അപ്പോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോട് ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് എന്ത് ചെയ്യണം. ഓപ്പറേറ്റിംഗ് നമുക്ക് ഡബിൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും നോക്കിയേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂട്ടണം പ്ലസ് നമ്മളെ പുതിയ ഇൻക്രീസും ഡിക്രീസും ഡെറ്റേഴ്സും. അതുപോലെ തന്നെ അടുത്ത ഡിക്രീസും ഡെറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യും. സോ നമുക്ക് കിട്ടി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ 9,45,000 ആണ്. അതിനെ നമ്മളവിടെ സേഫായി ഓർഡർ അടിച്ച് തരും. ഇനി നമുക്ക് നോക്കിയേ അടുത്ത നോക്കിയേ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡി എന്നായിട്ട് നോക്കിയേ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഓക്കെ, അത് നമുക്കറിയാം ലോങ് ടേം അസറ്റ്സ് ആണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അസറ്റ് വാങ്ങുന്നതിന്റെ അർത്ഥം എന്താ, നമ്മൾ കാശ് കൊടുത്ത് വേണം വാങ്ങുക. അപ്പൊ ക്യാഷ് നമ്മളെ നിന്ന് പോയി. അപ്പൊ എന്താണ് അർത്ഥം, അത് നെഗറ്റീവ് ആണ് അല്ലേ. 3,20,000 അതായത് മൈനസ് 3,20,000. ഇനി സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു, അപ്പൊ നമ്മൾ കാശ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് പ്ലസ് ആണ്. സോ 1,80,000 നമ്മൾ അത് പ്ലസ് ആയിട്ട്. വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ ലോങ് ടേം അസറ്റ്സുമായി ബന്ധപ്പെട്ട്? ഇല്ല. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അല്ല, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. കാശ് കിട്ടാൻ വേണ്ടി നമ്മൾ ഷെയർ വിൽക്കുക ചെയ്യുന്നത്, അത് ഫൈനാൻസിങ് ആണ്. അതായത് ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ ചെയ്യുന്ന എന്തും അതെന്താണ്, ഷെയർസ് എന്നൊക്കെ പറയുന്ന ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്, ഞാൻ ഷെയർ കൊടുത്തു, അപ്പൊ ക്യാഷ് കിട്ടിയ ഫ്ലോ ഇങ്ങോട്ടാ. അപ്പൊ 2,50,000 എന്ത് ചെയ്യാം, എനിക്ക് ആഡ് ചെയ്യാം. ഒരു നമ്മൾ മിസ് ചെയ്ത് പോയി, പർച്ചേസും സെയിലും ബി കണ്ടുപിടിച്ചില്ല. ബി എന്ന് പറയുന്നത് എന്തോന്നാ, ബി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ സം ചെയ്യണം. സോ ദാറ്റ് ഈസ് മൈനസ് 1,40,000. ഇനി നോക്കിയേ ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് ഇവിടെ പേ ചെയ്തിരിക്കുക എത്ര, 1,60,000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കാശ് കൊടുത്തു, അപ്പൊ അത് നെഗറ്റീവ് അല്ലേ, മൈനസ് 1,60,000. അത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. കാരണം ഡിവിഡൻഡ് നമ്മളെ നിന്ന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് പോകും. ഓക്കെ, അപ്പൊ ഇത് രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2,50,000 പ്ലസ് മൈനസ് 1,90,000 പ്ലസ് ആയിട്ട് കിട്ടും. ഇതിനെല്ലാം ബോൾഡ് ആക്കി നിർത്തുക. നിങ്ങളത് ബോർഡർ ലൈൻ ഇട്ട് കാണിച്ചാൽ മതി, ഡബിൾ ബോർഡർ ഇട്ട് കാണിക്കും. ഓക്കെ, ഡബിൾ അണ്ടർലൈൻ ഇട്ട്, സോറി. അപ്പൊ നമുക്ക് നോക്കി എ എന്ന് പറയുന്നത് 9,45,000, ബി എന്ന് പറയുന്നത് മൈനസ് 1,40,000, സി എന്ന് പറയുന്നത് 90,000. അപ്പൊ ഇത് നമുക്ക് എല്ലാം സം ചെയ്യാം. നിങ്ങളിത് കാൽക്കുലേറ്റർ തന്നെ സം ചെയ്തേ പറ്റും, എക്സൽ പോലും ചെയ്ത് കിട്ടത്തില്ല. പക്ഷെ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിർത്തുക. അപ്പൊ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കിയേ, പ്രോഫിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഡിപ്രസ് ചെയ്തു. 2 ഐറ്റമായി, ക്രെഡിറ്റേഴ്സ് 3, ഡെറ്റേഴ്സ് 4, പർച്ചേസ് 5, സെയിൽ 6, ഷെയർസ് 7, ഡിവിഡൻഡ് 8. പിന്നെ നമുക്കുള്ളത് ഇവിടെ എന്തോ ഐറ്റം, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ബിഗിനിങ് ആണ്. അത് എത്ര വന്നിരിക്കുന്നത്, 2,10,000. പിന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യണം, എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിച്ച വാല്യൂ കിട്ടി, അതിന്റെ കൂടെ തുടക്കം ഉണ്ടായിരുന്ന ക്യാഷും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു എത്ര, 11,05,000 rupees. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ആക്ടിവിറ്റിയും ക്ലാസിഫൈ ചെയ്യുക. പ്രധാനമായിട്ട് വരുന്ന എല്ലാം ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.